അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹ ബഹുമാനാദരവുകൾ നിറഞ്ഞ എൻ്റെ ജ്യേഷ്ഠാനുജന്മാരെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന നമ്മളിൽ പലരും ഇന്ന് ഒരു ഉപ്പയാണ്, അല്ലെങ്കിൽ ഒരു ഉമ്മയാണ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദര സഹോദരിമാർ ഒരു പ്രത്യേക കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നത്, നമ്മുടെ സന്താനങ്ങൾ നാളെ പാരത്രികമായ ലോകത്ത് ചെല്ലുമ്പോൾ അവർ ഒരിക്കലും നമുക്ക് എതിരായി സാക്ഷി നിന്നുകൂടാ. നമ്മുടെ ദാമ്പത്യ ജീവിതം കഴിഞ്ഞ് ആ ദാമ്പത്യ ജീവിതത്തിലെ സന്തോഷങ്ങൾ, ആ സുഖ ദുഃഖങ്ങളിലൊക്കെ നാം ഭാര്യയും ഭർത്താവും സ്വയം പങ്കുചേർന്ന് നമുക്ക് ഒരുപാട് സന്തോഷ നിമിഷങ്ങൾ പങ്കുവച്ച ആ ദാമ്പത്യ ജീവിതം, ആ ദാമ്പത്യ ജീവിതത്തിൽ നമ്മെ സന്തോഷിപ്പിക്കുന്ന ഒരു കാരണക്കാരായ നമ്മുടെ സന്താനങ്ങൾ, അവർ ദുനിയാവിൽ നമുക്കൊരുപാട് ഉപകാരങ്ങൾ ചെയ്യുന്നവരാണ്. എന്നാൽ ദുനിയാവിലേതുപോലെ തന്നെ നാളെ പാരത്രികമായ ലോകത്തേക്ക് ചെല്ലുമ്പോൾ ആ മക്കൾ നമുക്ക് ഉപകരിക്കേണ്ടതില്ലേ? ആ മക്കൾ നമുക്ക് പ്രയോജനപ്പെടേണ്ടതില്ലേ? അതിനെക്കുറിച്ച് ചിന്തിക്കാത്ത മാതാപിതാക്കൾ ആരെങ്കിലുമുണ്ടോ ഇന്ന്? എന്നാൽ പ്രസവം മുതൽ അവർക്ക് പ്രായപൂർത്തി എത്തുന്നതുവരെ നാം അവരെ കൂടെ, അവരുടെ എല്ലാ അനക്കങ്ങളും ശ്രദ്ധിച്ച് അവരുടെ കൂടെ നിൽക്കാറുണ്ട്. പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ, ഏകദേശം ഒരു 15 വയസ്സ് പ്രായമായി കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും കുഞ്ഞുങ്ങളെ അവരുടെ രീതിയിൽ, അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന ജീവിത രീതിക്ക് വിട്ടുകൊടുക്കാറാണ് പതിവ്. ഒരു 15 വയസ്സിന്റെ ശേഷമുള്ള മക്കൾ, ആൺകുട്ടിയോ പെൺകുട്ടിയോ നിങ്ങൾക്കുണ്ടോ എങ്കിൽ നിങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്. നമുക്ക് നമ്മുടെ കുട്ടികളെ ഒരു ഡോക്ടറെയും കാണിക്കാതെ, ഒരു കൗൺസിലറെയും കാണിക്കാതെ സ്വയം ഒരു കൗൺസിലിങ്ങിന് വിധേയമാക്കിയാൽ എന്താ? അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ മക്കൾ ഈ ഭൂമി ലോകത്ത് വെച്ച് നമ്മെ പറയിപ്പിക്കാതെ നാം മരണപ്പെട്ടു പോകുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കുന്ന മക്കളായി മാറ്റിയെടുക്കാൻ ഒരു കൗൺസിലറെയും കാണിക്കാതെ വാപ്പയും ഉമ്മയുമായ നിങ്ങളെക്കൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് സാധിക്കും എന്നുള്ളത് തീർച്ചയാണ്. 10ാം ക്ലാസ് പ്രായമാകുമ്പോൾ, 10ാം ക്ലാസ്സിൽ നിന്ന് പാസ്സായി കഴിഞ്ഞാൽ, സ്കൂൾ പഠനം അവസാനിപ്പിക്കുന്നതോടുകൂടെ നാം ചെയ്യാറുള്ളത്, അവർക്ക് ഒരു സ്മാർട്ട് മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കാറാണ് പതിവ്. നമ്മുടെ മക്കൾ ആ സ്മാർട്ട് മൊബൈൽ ഉപയോഗിക്കുന്നുണ്ടോ? അത് നിങ്ങൾ വാങ്ങിക്കൊടുത്തതാണോ? ആണെങ്കിൽ ആ ഫോൺ കുട്ടികൾ ഒളിപ്പിച്ചു വെക്കുന്നുണ്ടോ? ആപ്പ് ലോക്ക് ചെയ്തു വെക്കുന്ന അത്തരം സോഫ്റ്റ്വെയറുകൾ അവർ ഉപയോഗിക്കുന്നവരാണോ? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ. ഈ കാര്യങ്ങളൊക്കെ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുമെന്നുള്ളത് തീർച്ചയാണ്. നിങ്ങൾ ആ ഫോണിൽ തൊടുമ്പോൾ കുട്ടികളുടെ പ്രതികരണം എങ്ങനെയാണ്?
ഒറ്റയ്ക്ക് കിടക്കുന്ന കുട്ടികൾ രാത്രി അവരുടെ മുറി ഉള്ളിൽ നിന്നും പൂട്ടിയിടുന്ന പതിവ് കാണാറുണ്ടോ? നിങ്ങൾ മുറി തുറക്കാൻ ആവശ്യപ്പെടുമ്പോൾ അവർ അസ്വസ്ഥതയും ദേഷ്യവും പ്രകടിപ്പിക്കാറുണ്ടോ? കുട്ടികളുടെ മുറിയും ബാഗും ഇടയ്ക്കിടെ നിങ്ങൾ പരിശോധിക്കാറുണ്ടോ? സ്കൂളിലായിരിക്കുമ്പോൾ അവർ അധ്യാപകരുടേതല്ലാത്ത ഏതെങ്കിലും ഫോണിൽ നിന്ന് നിങ്ങളെ എപ്പോഴെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആരുടെ ഫോണിൽ നിന്നാണ് നീ വിളിച്ചതെന്ന് ആ കുട്ടികളോട് നിങ്ങൾ ചോദിച്ചു നോക്കിയിട്ടുണ്ടോ? അപ്പോൾ കിട്ടിയ ഉത്തരം എന്താണ്? നിങ്ങൾ വാങ്ങിക്കൊടുത്തതല്ലാത്ത ഒരു ഫോൺ എന്നെങ്കിലും കുട്ടികളുടെ കയ്യിൽ ഉള്ളതായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിന് അവർ നൽകിയ മറുപടി എന്തായിരുന്നു? കഞ്ചാവിൻ്റെയും മയക്കുമരുന്നുകളുടെയും വലിയ ആളുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾക്ക് ഒരു സ്മാർട്ട് മൊബൈൽ കയ്യിൽ പിടിക്കാനോ അല്ലെങ്കിൽ നമ്മെ ഒന്ന് ബന്ധപ്പെടാൻ അവനെ സഹായിക്കാൻ ആളില്ലാത്ത ഒരു അവസ്ഥ, അത് ചിന്തിക്കാൻ പോലും വയ്യാത്ത ഒരു സമയത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. എന്ന് വച്ചാൽ ഫോൺ വേണമെങ്കിൽ ഫോൺ കൊടുത്ത് സഹായിക്കാൻ നമ്മുടെ പെൺമക്കളെ സഹായിക്കാൻ ആളുകൾ വലവീശി നിൽക്കുന്നുണ്ട് എന്നത് ചുരുക്കം. അല്ലെങ്കിൽ നമ്മുടെ ആൺമക്കളെ തെറ്റിപ്പിക്കാൻ കഞ്ചാവ് പോലത്തെ മയക്കുമരുന്ന് ലോബികൾ ഉള്ളിലൂടെ ചൂണ്ടയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നത് ചുരുക്കം. കുട്ടികൾ വീട്ടിൽ വന്ന് വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും കണ്ട തമാശകൾ പറയുമ്പോൾ എവിടെ നിന്നാണ്, ആരുടെ മൊബൈലിൽ നിന്നാണ് നീ ഈ തമാശകളൊക്കെ കണ്ടത്? അല്ലെങ്കിൽ ആരുടെ മൊബൈലിൽ നിന്നാണ് നീ വാട്സാപ്പും ഫേസ്ബുക്കും ഉപയോഗിച്ചത് എന്ന് ആ കുട്ടിയോട് നിങ്ങൾ ചോദിച്ചു നോക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ കുട്ടിയുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും മാറ്റങ്ങളുണ്ടെന്ന് അടുത്ത വീട്ടുകാരോ പരിചയക്കാരോ ബന്ധുക്കളോ ആയ ആരെങ്കിലും എപ്പോഴെങ്കിലും നിങ്ങളെ സൂചിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണോ ചെയ്തത്? ആ കുട്ടിയോട് നിങ്ങൾ ചോദിച്ചു നോക്കിയിട്ടുണ്ടോ? പതിവിന് വിപരീതമായിട്ട് എന്താ നിന്റെ സ്വഭാവത്തിനൊരു വ്യത്യാസമെന്ന് നിങ്ങൾ സ്വയമൊന്ന് കൗൺസിലിംഗ് നടത്തി നോക്കിയിട്ടുണ്ടോ? പരിശോധിക്കൂ, പ്രതിരോധിക്കൂ. കഴുകന്മാർ നിറഞ്ഞ ലോകം, അല്ലെങ്കിൽ നാളെ ഈ ലോകത്ത് നിങ്ങളുടെ മക്കളുടെയും കഥകളും ഫോട്ടോകളും വീഡിയോകളും കണ്ട് പൊതുസമൂഹം നിങ്ങളുടെ കുടുംബത്തെയും കമന്റുകളും ലൈക്കുകളും കൊണ്ട് പൊതിയും. ശ്രദ്ധിക്കുക, ശ്രദ്ധിക്കുക, ശ്രദ്ധിക്കുക. സ്വയം സൂക്ഷിക്കുക, ദുഃഖിക്കാതിരിക്കാൻ. നമ്മുടെ മക്കളെ രക്ഷിതാക്കളായ നമ്മൾ തന്നെ സ്വയം കൗൺസിലിങ്ങിന് വിധേയരാക്കിക്കൊണ്ട് നമ്മുടെ കുട്ടികളെ കഞ്ചാവ് പോലത്തെ മയക്കുമരുന്നുകൾ കടിമപ്പെടാതെ ആ മയക്കുമരുന്ന് ലോബികളിൽ നിന്ന് നമ്മുടെ കുട്ടികളെ രക്ഷിക്കാനുള്ള ശ്രമം നാം ഓരോരുത്തരും നടത്തുക. അതുപോലെ നമ്മുടെ പെൺമക്കളുടെ ജീവിത സമയത്ത്, നമ്മുടെ പെൺമക്കളുടെ പഠന സമയത്ത് അവരുടെ നിത്യമായ സ്വഭാവത്തിൽ എന്തെങ്കിലും അസ്വാഭാവികമായി പതിവിന് വിപരീതമായി അവരുടെ പെരുമാറ്റ രീതികൾ മാറുന്നുവെങ്കിൽ സൂക്ഷിക്കണം. അവർക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ കഴുകന്മാർ വീശിയ വലയിൽ അവർ പെട്ടുപോയിട്ടുണ്ട്. ആരോ അവരുടെ പിന്നിൽ അവർ ഭയക്കുന്ന, അല്ലെങ്കിൽ അവരെ ഭയപ്പെടുത്തുന്ന എന്തോ ഒന്ന് അവരുടെ പിന്നിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് കുട്ടികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുക. കുട്ടികളെ സ്വയം കൗൺസിലിംഗ് നടത്തി കുട്ടികളെ നമുക്ക് ഉപകരിക്കുന്ന, ദുനിയാവിലും
ആഖിറത്തിലും നമുക്ക് ഉപകരിക്കുന്ന സന്താനങ്ങളാക്കി മാറ്റാൻ ഓരോ രക്ഷിതാക്കളും മുന്നോട്ട് വരണമെന്ന് വിനീതമായി ഉണർത്തുകയാണ്. അല്ലാഹു നമ്മുടെ സന്താനങ്ങളെ നല്ല സന്താനങ്ങളാക്കുമാറാവട്ടെ. നമ്മുടെ സന്താനങ്ങളെ ഉന്നം വെച്ചുകൊണ്ട് വല വീശി നിൽക്കുന്ന ശത്രുക്കൾക്ക് അല്ലാഹു നല്ല ബുദ്ധി നൽകുമാറാവട്ടെ. അത്തരക്കാരുടെ ശർറിൽ നിന്ന് നമ്മുടെ മക്കളെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അറിവ് അത് നുകർന്നെടുക്കലും പകർന്നു കൊടുക്കലും പുണ്യമാണെന്നിരിക്കെ നാം എന്തിന് മടി കാണിക്കണം? വിജ്ഞാനം അത് പകർന്നു നൽകും തോറും അതിൽ വർധനവുണ്ടാകുമെങ്കിൽ, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നത് പ്രതിഫലാർഹനീയമാണെങ്കിൽ നാം എന്തിന് അലസത കാണിക്കണം? അറിവ് നുകർന്നെടുക്കുക, പകർന്നു നൽകുക, നല്ല നാളേക്കു വേണ്ടി. നാഥനായ റബ്ബ് തആല തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.